വളരെ സ്നേഹപൂർവ്വം നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ ജോസിയെ ഈ ഒരു സെഷനിലേക്ക് ഇത് നമുക്ക് വേണ്ടി ഈ ക്ലാസ് തരുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ക്ഷണിക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട കണ്ണിയോടിക്കലച്ച, വെള്ളച്ചാരിൻ്റെ അച്ച, മാണിയച്ച, നെല്ലിക്കലച്ച, PDMA എല്ലാ ഭാരവാഹികളെ ഒത്തിരി സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ ഫസ്റ്റ് ഇത് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത് ക്ലാസ് ആയിട്ട് എടുക്കണ്ട. ഒരു സ്ട്രോക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഈ കുറെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തില് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഇതുപോലെ വളരെ നമ്മള് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. 25 വയസ്സും 19 വയസ്സും 18 വയസ്സും ഒക്കെ ആൾക്കാർക്ക് സ്ട്രോക്ക് വരുന്ന ഈ കാലഘട്ടത്തില് ഇതിനെപ്പറ്റി ഒരു ചെറിയ ഡിസ്കഷൻ നടത്താൻ നമ്മൾ ഈ തെരഞ്ഞെടുത്ത ഈ ടോപ്പിക്കിനോട് എനിക്ക് നീതി പുലർത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒത്തിരി സന്തോഷം ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തതിലും. അതിലുപരി അച്ഛൻ തന്നെ പറഞ്ഞ് ഇത് എടുക്കാൻ സാധിച്ചതിലും. പിന്നെ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ഈവനിങ് ടൈമിൽ കുറച്ചു നേരം, ഒരു അരമണിക്കൂർ, അധികം നേരം പറഞ്ഞിരുന്നാൽ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാകും. 40 മിനിറ്റ് കൂടുതൽ നമുക്ക് ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ വ്യക്തതയോടെ കേൾക്കുക, മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അടി, ഒരു വാഹന അപകടം പോലെ പെട്ടെന്നുണ്ടാകുന്ന, അതായത് ഒരു വാർണിംഗ് സൈൻ ഒന്നും കാണിക്കത്തില്ല മിക്ക കേസുകളിലും, പെട്ടെന്നുണ്ടാകുന്ന ഒരു അടിക്കാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഹൃദയ ആഘാതത്തെ പറ്റി വളരെ അവബോധമുണ്ട്. പക്ഷെ അതിലുപരി ശരീരത്തിന്, മനസ്സിന്, ചിന്തകൾക്ക്, പ്രവർത്തനത്തിന്, നമ്മുടെ മോർട്ടാലിറ്റി ഉപരി മോർബിഡിറ്റി എന്ന് പറയും. നമ്മൾ ഒരു വശം തളർന്നു കിടക്കുക, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, നടക്കാൻ പറ്റാതെ വരിക, കണ്ണ് കാണാൻ പറ്റാതെ വരിക, ഓർമ്മ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പക്ഷാഘാതം ഒരു മനുഷ്യനെ എത്തിക്കുന്നത്. എല്ലാവർക്കും ഒരു അറിവുണ്ടായിരുന്നു, സ്ട്രോക്ക് വന്ന ചികിത്സയൊന്നുമില്ല, അധികം ശ്രദ്ധിക്കണ്ട എന്ന്. പക്ഷെ ഈ കാലഘട്ടത്തില് സ്ട്രോക്കിന് ഒത്തിരിയേറെ ചികിത്സകൾ, അതിനൂതനമായ ചികിത്സാ വിധികള് വളരെയധികം കയറി വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പ്രത്യേകിച്ചും 4.5 മണിക്കൂറിനുള്ളിൽ ഒരു സ്ട്രോക്ക് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്തം അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻ തൊട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഈ രക്തക്കുഴൽ അടഞ്ഞുപോയ ക്ലോട്ട് എടുത്തു കളയാൻ വരെ രീതിയിലുള്ള ചികിത്സകൾ ഇപ്പോൾ കേരളത്തിന്, ഈ ലോകത്തിലെല്ലായിടത്തും ഉണ്ട്, കേരളത്തിലും ഈവൻ പാലായിൽ നമുക്കും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനം സ്ട്രോക്ക് എന്താണ്, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്താണ്, പിന്നെ കാരണങ്ങൾ എന്താണ്, മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ സ്ട്രോക്ക് വന്നാല് എന്ത് ചികിത്സ, സ്ട്രോക്ക് വന്നാല് റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ്, പുനരധിവാസം എങ്ങനെയാണ്, അതുപോലെ സ്ട്രോക്ക് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ 7 വിധ പ്രധാന പോയിന്റിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് സ്ട്രോക്ക്? ശരീരത്തില് പെട്ടെന്നുണ്ടാകുന്ന രക്തക്കുഴലിന്റെ അടവോ പൊട്ടലോ മൂലം തലച്ചോറിലുണ്ടാകുന്ന കേടുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഓരോ ലക്ഷണങ്ങളെയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓരോ 6 മിനിറ്റിലും ഒരാൾക്ക്, അല്ലെങ്കിൽ ഓരോ 5 മിനിറ്റിലും ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയ കണക്ക് വെളിപ്പെടുത്തുന്നത്. ലോകത്തിലെ 3 അല്ലെങ്കിൽ 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായ അസുഖമാണ് സ്ട്രോക്ക്. അതില് 2 പ്രധാന ടൈപ്പ് സ്ട്രോക്ക് ആണുള്ളത്: ഇസ്കീമിക് സ്ട്രോക്കും ഹെമറാജിക് സ്ട്രോക്കും. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന അവസ്ഥ. അടഞ്ഞു പോകുന്ന രക്തക്കുഴലിൽ കൂടെ രക്തോട്ടം നിലച്ചിട്ട് തലച്ചോറിന്റെ നാഡീവ്യൂഹത്തിന് രക്തം കിട്ടാതെ നശിച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഇത് രക്തത്തിലെ ക്ലോട്ട് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിന് 85% ഇസ്കീമിക് സ്ട്രോക്ക് തന്നെയാണ്. ഹൃദയത്തിന്റെ രക്തക്കുഴൽ അടഞ്ഞു പോയിട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് തലച്ചോറിലും രക്തക്കുഴൽ അടഞ്ഞു പോയിട്ട്. ഇത് ചേട്ടനും അനിയനും ആണെന്ന് തന്നെ നമുക്ക് വെക്കാം. ബാക്കിയുള്ള 15% തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴൽ പെട്ടെന്ന് പൊട്ടി, അത് ഒരു ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. രക്തസ്രാവം മൂലം ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഹെമറാജിക് സ്ട്രോക്ക്. ഇത് 15%-ഓളമേ ഉള്ളൂ. ഇതിന് ചികിത്സ അധികം ഇല്ല, പ്രധാനപ്പെട്ടമായിട്ട് സപ്പോർട്ടീവ് കെയറേ ഉള്ളൂ. അപ്പൊ ഇതിന് ഏറ്റവും പ്രധാനം ഇസ്കീമിക് സ്ട്രോക്ക് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതും അത് വരാൻ സാധ്യതയുള്ളതും. അതിനാണ് ചികിത്സ ഏറ്റവും ഉള്ളത്.
ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് മനസ്സിലാകുന്നു. അടുത്ത ഘട്ടം എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്? മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ, അതായത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സ്ട്രോക്കും, അതായത് ഇനി വരാതിരിക്കാനുള്ള കാരണങ്ങൾ. ഈ നോൺ മോഡിഫൈബിൾ എന്ന് പറയും, അതായത് നമുക്കത് മാറ്റാൻ പറ്റാത്ത ഒന്ന്. പ്രായം കൂടി വരുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടി വരുന്നു. അതുപോലെ പാരമ്പര്യം, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഫാമിലി ഹിസ്റ്ററി, നമ്മൾ ഹിസ്റ്ററി ഓഫ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തില് ഒരു ഹാർട്ട് അറ്റാക്കിന്റെയോ അതല്ലെങ്കിൽ ഒരു പക്ഷാഘാതത്തിന്റെയോ ഒരു സ്ട്രോങ് ആയിട്ട് ഇപ്പൊ അപ്പന്റെയോ അമ്മയുടെയോ ഒരു തലമുറ 4 തൊട്ട് 12 തലമുറ വരെ, അല്ലെങ്കിൽ അപ്പന്റെ ആങ്ങളമാർക്ക്, അല്ലെങ്കിൽ അപ്പന്റെ ചേട്ടാനിയന്മാർക്ക്, അമ്മയുടെ ആങ്ങളമാർക്ക് ഒക്കെ സ്ട്രോക്ക് ഒരു 60 വയസ്സ് 70 വയസ്സിലൊക്കെ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത മറ്റുള്ളവരിലേക്കാളും കൂടുതലാണ്. ഇത് നമുക്ക് ആർക്കും പാരമ്പര്യം മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ഏജ് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. മുമ്പ് സ്ട്രോക്ക് വന്നവർക്ക് അടുത്ത സ്ട്രോക്ക് വരാനുള്ള ചാൻസ് 23 തൊട്ട് 25% വരെ, അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ നമ്മൾ അവിടെ മാറ്റി വെക്കുന്നു. ഇനിയുള്ളത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്. മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണങ്ങൾ, ഒന്ന് ഡയബറ്റിസ്, ഏറ്റവും പ്രധാനം പ്രമേഹ രോഗമാണ്. ചികിത്സ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ട ഒരു രോഗമാണ് ഡയബറ്റിസ്. ഈ രക്തക്കൊള്ളിൽ അടഞ്ഞു പോകുന്നതിനെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത്. രക്തക്കൊള്ളിൽ അടഞ്ഞു പോകുന്നതിന്റെ 3 കാരണങ്ങളിൽ പ്രധാന കാരണം ഷുഗർ, ഡയബറ്റിസ്. രണ്ടാമത്തെ കാരണം പ്രഷർ, ഹൈപ്പർ ടെൻഷൻ. മൂന്നാമത്തെ കാരണം കൊളസ്ട്രോൾ, അമിത കൊളസ്ട്രോൾ. ഉദാഹരണത്തിന് പഞ്ചസാര വെള്ളം കലക്കി നമ്മൾ ടേബിളിൽ ഒഴിച്ചാൽ അത് ഒഴുകി പോകത്തില്ല, അതിന് നല്ല പശപ്പുണ്ട്, ഒഴുകി പോകത്തില്ല. വെള്ളം ഒഴിച്ച് തുടച്ചാൽ മാത്രമേ ഈ പഞ്ചസാര വെള്ളം നല്ല പശപ്പ. അപ്പൊ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്ക് പല പ്രാവശ്യം ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ ഈ രക്തക്കുഴലിനകത്ത് മുറിവുണ്ടാകുമെന്ന് വിചാരിക്കുക. അകത്ത് ഈ മുറിവുണ്ടാകുന്ന ഈ സ്ഥലത്തിൽ കൂടെ അമിതമായ ബ്ലഡ് ഷുഗർ ഉള്ള രക്തം ഇതിനെ ഒഴുകി പോകുമ്പോൾ ഈ രക്തക്കുഴലിന്റെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഈ പഞ്ചസാര കലർന്ന രക്തം അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒട്ടിപ്പിടിച്ച് പോകുന്ന ഈ സ്ഥലത്തിലേക്ക് കൊഴുപ്പ്, അത് ശരീരത്തിലുള്ള അമിത കൊളസ്ട്രോള് വീണ്ടും ഒട്ടിപ്പിടിച്ച് അത് ക്ലോട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ 3 റിസ്ക് ഫാക്ടേഴ്സ്, പ്രധാനമായിട്ട് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഇത് 3ഉം വരുമ്പോൾ രക്തക്കുഴൽ അടയാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുന്നു. അപ്പൊ ഇത് മോഡിഫയബിൾ ആണ്, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും. പിന്നെയുള്ള അടുത്ത മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒബീസിറ്റി, അമിതമായിട്ടുള്ള വണ്ണം. പിന്നെയുള്ള അടുത്ത മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാണ് അമിതമായ കൂർക്കം വലി, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ആരും അതിനെപ്പറ്റി ഒട്ടും കൺസേൺ അല്ലാത്ത ഒരു മേഖലയാണ്. ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആരും പറയാത്ത ഒരു മേഖലയെക്കുറിച്ച് ഞാൻ പറയുന്നത്. കൂർക്കം വലി അമിതമായിട്ട്, നമ്മൾ വിചാരം എന്താ, കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്, വളരെ ക്ഷീണവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കൂർക്കം വലിയുള്ള ആളുടെ രാവിലെ എണീക്കുമ്പോൾ അവർക്ക് അതിയായ ക്ഷീണത്തോടെയാണ് എണീക്കുന്നത്. അതുപോലെ എവിടെയെങ്കിലും ഇരുന്നാല് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വണ്ടി ഇരുന്നാലോ പെട്ടെന്ന് ഇങ്ങനെ ലൂസ് ചെയ്യുന്ന അവസ്ഥ, ക്ഷീണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂർക്കമ്പലി ഉണ്ടെങ്കിൽ, കൂർക്കമ്പലി അതിന്റെ കാരണം അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് പ്രഷർ കൂടാനുള്ള സാധ്യത കൂടുതലാണ്, ഹൃദയത്തിന്റെ ഭിത്തിക്ക് കട്ടി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ വൈറ്റമിൻ B12, 12ാമത്തെ വൈറ്റമിൻ കുറയാനുള്ള ഒത്തിരി പേർക്ക് ഇപ്പൊ കുറവുണ്ട്. ഇറച്ചി മീനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും വിറ്റാമിന്റെ ഈ കുറവ് കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹൃദയത്തിന്റെ ഇടുപ്പ് വ്യത്യാസം, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. ഹൃദയത്തിന്റെ ഇടുപ്പ് വ്യത്യാസം, ഹൃദയത്തിന്റെ വാൽവുകളുടെ ചുരുക്കം, പിന്നെ നമ്മൾ ശരീരത്തിലെ ഈ രക്തം അടിഞ്ഞുകൂടാനുള്ള പ്രവണത കൂടുതലുള്ള കൂടുതൽ ആരും ശ്രദ്ധിക്കാത്ത വേറൊരു കൂടുതലാണ് ഹീമോഗ്ലോബിൻ ഒക്കെ കൂടുമ്പോൾ ആരോഗ്യമല്ലേ എന്ന് ചോദിച്ച ആൾക്കാരെ അറിയാം. 16, 17, 18 രക്തത്തിന്റെ അളവ് കൂടുന്തോറും രക്തം ഒഴുകാനുള്ള കട്ടി കൂടത്തേ ഉള്ളൂ. ഇപ്പൊ രക്തം കുറഞ്ഞു പോയാലും ചില പ്രശ്നമുണ്ട്, കാരണം രക്തം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ രക്തത്തിന്റെ അളവ് കൂടുമ്പോഴും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് മോഡിഫയബിൾ ആയിട്ട് ഉള്ള കാരണങ്ങളെ പറ്റി: ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, ഒബീസിറ്റി, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ലോ വൈറ്റമിൻ B12, ഹൃദയത്തിന്റെ വാൽവിന്റെ തകരാറ്, ഹൃദയത്തിന്റെ താളം തെറ്റുന്ന അസ്വസ്ഥതകള്, ചില മരുന്നുകള്,
ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് സ്ട്രോക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ ക്യാൻസർ ചികിത്സയുള്ള ആൾക്കാര് അവരുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ത്രോംബോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും. അതുപോലെ ചില ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർക്ക് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഉള്ളത് ചില മരുന്നുകൾക്ക് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ ലാസ്റ്റ് പറഞ്ഞ വൈറ്റമിൻ B12. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഒരു ഹെൽത്ത് കാർഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പം എനിക്ക് എന്തൊക്കെ അസുഖമുണ്ട്, ഡയബറ്റീസ് ഫോർ 5 years ഒരിക്കലും എഴുതിയേക്കില്ല. കാരണം ഇപ്പൊ നാളെ അത് എന്നെ കാണാൻ വേറെ ഡോക്ടറെ കാണാൻ വരുമ്പോൾ അത് 5 years 6 years ആവും. അപ്പം നമ്മൾ എന്തെങ്കിലും നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഡയബറ്റീസ് സിൻസ് 2021, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എഴുതണ്ട, സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2020, ഏകദേശം ഒരു മാസം കൊണ്ട് അറിയാമെങ്കിലും എന്നാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതുപോലെ ഹൈപ്പോ തൈറോയിഡ് ഒത്തിരി പേർക്കുണ്ടല്ലോ. അപ്പൊ തൈറോയിഡ് ഉണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം 2021 അത് എഴുതുക. കൊളസ്ട്രോൾ ഡിസ്ലിപ്രീമിയ DL എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ഒരു കാർഡ്, കുഞ്ഞു കാർഡ് എഴുതി വെച്ചാൽ മതി ഇത്ര അസുഖങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലും ഡോക്ടറെ കാണാൻ നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് അത് കുറച്ച് സ്പേസ് ഇടണം. എന്തെങ്കിലും വരുവാണെങ്കിൽ ഇപ്പൊ കൊറോണറി ആർട്ടറി ഡിസീസ്, പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ ഭയങ്കരമായിട്ട് കോമൺ ഉള്ള അസുഖമാണ് PSA, പ്രോസ്റ്റേറ്റ്. ഈ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ കൊണ്ടൊക്കെ സ്ട്രോക്ക് ഉണ്ടാകാം. അപ്പൊ അത് എന്താ ഉണ്ടെങ്കിലും ഒരു ഷോർട്ട് ആയിട്ട് എഴുതി അത് ആഡ് ചെയ്യുക. ഇപ്പൊ ഹെൽത്ത് കാർഡ് വെക്കുന്ന പോലെ തന്നെ നമ്മൾ എന്റെ ഡിസീസ് കാർഡ്, അപ്പൊ എവിടെ പോയാലും നമ്മുടെ പേഴ്സിൽ നിന്ന് ഇത് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ വർഷം എഴുതി വെക്കുക കൃത്യമായിട്ട്. അപ്പൊ ഇത് നമ്മൾ നാണം കെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ എപ്പിലിപ്സി ഉള്ള ആൾക്കാർ അത് പലരും പറയത്തില്ല. എപ്പിലിപ്സി പക്ഷെ അതൊരു രോഗമാണല്ലോ. ഇപ്പൊ രോഗം ഇത് വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എല്ലാ രോഗത്തെ പറ്റി. ഇപ്പം ഒത്തിരി പേർക്ക് ഡിപ്രഷൻ ഉള്ള ആൾക്കാരുണ്ട്. ഡിപ്രഷനും സ്ട്രോക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യായാമം ചെയ്യാനുള്ള ഒരു ആഗ്രഹം വരാതെ ഒബീസിറ്റി ഉണ്ടായിട്ട് സ്ട്രോക്ക്, ഉറക്കം ശരിയാകാതെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുക. ഒരു മൈൽഡ് ഡിപ്രഷൻ ഉണ്ട് എന്ന് ഓപ്പൺ ആകുക. പഴയ പോലെ അല്ല. നമ്മുടെ അസുഖങ്ങള് ഡോക്ടറോട് പറയുമ്പോൾ അവിടെ ഒരു മടി വിചാരിക്കേണ്ടതോ പകുതി ഒളിച്ചു വെച്ച് പകുതി പറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് രോഗവിവരം നമ്മളത് എഴുതി വെക്കണം. ഇത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അസുഖത്തിന്റെ ഒരു കാരണങ്ങൾ. ഇനി ഞാൻ വരുന്ന അടുത്തത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ. അത് ഒരു കോഡ് വെച്ചിട്ട് WHO അല്ലെങ്കിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, ഇന്ത്യൻ സ്ട്രോക്ക് അസോസിയേഷൻ ഒക്കെ ഒരു പല രീതിയിൽ പഠനങ്ങളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. ബി ഫാസ്റ്റ് എന്ന ഒരു കോഡാണ് ആക്ച്വലി സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. കാരണം ഈ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ ആ രോഗിയെ സമാധാനിപ്പിക്കാനോ വെള്ളം കൊടുക്കാനോ തുടയ്ക്കാനോ ഒന്നും പോകാതെ എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചോ ആംബുലൻസ് പിടിച്ചോ അടുത്തുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ഫോർ ബാലൻസ്, സഡൻ ഓൺസെറ്റ്. അതായത് കുറച്ച് നാളായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കേസിലൊന്നും നമ്മൾ അത് പറയുമല്ല. സഡൻ ആയിട്ട് ബാലൻസ്, വേപ്പല്, ഒരു വശത്തേക്ക് നടന്നു പോവുക, വേച്ച് പോവുക, മറിഞ്ഞു വീഴുക, ഇത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിയാൻ പറ്റാതെ വരിക. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് നമുക്ക് വായിലേക്ക് എടുക്കാൻ പറ്റാതെ വരിക. ബാലൻസ് എന്ന് പറഞ്ഞാൽ കാലിന്റെ നടപ്പിന്റെ ബാലൻസ് മാത്രമല്ല, ഒരു ഫോൺ എടുത്ത് കൃത്യമായിട്ട് തുറക്കാൻ ഒരു പറ്റാത്ത അവസ്ഥ വരുന്നത് ഒരു ബാലൻസിന് ഇഷ്യൂ ആണ്. ഒരു കൈയും കൊണ്ട് എടുത്ത് പറ്റാതെ വരുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു കൈക്ക് പെട്ടെന്നുണ്ടാകുന്ന ബാലൻസ്. ചിലപ്പോൾ നമുക്ക് കണ്ണിന്റെ ഒരു ബാലൻസ് എന്ന് പറയും. നമ്മൾ ഒരു സാധനം എടുക്കാൻ ചെന്നാൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ ചെല്ലുന്ന പകരം നമ്മൾ ഇപ്പുറത്ത് പോയി എടുക്കും. എന്റെ കൈ ഇവിടെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ പിടിക്കും. ഇതാണ് ഒപ്റ്റിക്കൽ അപ്രാക്സിയ എന്ന് പറയും. എനിക്ക് ഇവിടെയാണെങ്കിൽ കാഴ്ചയുണ്ട്, ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ പോയി പിടിക്കുന്നില്ല. പക്ഷെ ഇതൊരു സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ഈ കൈ വെച്ചിട്ട് തൊടാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ തപ്പി നടക്കുക. എനിക്ക് മൂക്കെ തൊടാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ തപ്പി നടക്കുക. ഈ ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുവാണെങ്കിൽ അത് സ്ട്രോക്ക് ആണെന്ന് വിചാരിക്കുക. അതെന്റെ കൈയുടെ വിറയിലാണെന്ന് വിചാരിക്കരുത്. അത് മനസ്സിലായല്ലോ. ബാലൻസ് നടപ്പ് മാത്രമല്ല, വേപ്പല് മാത്രമല്ല, കൈയുടെ, കാലിന്റെ, സംസാരത്തിന്റെ ഒക്കെ ചെറിയ വിറയല് ബാലൻസ് ഇഷ്യൂ ആണെന്ന് വിചാരിക്കുക. ബി. രണ്ടാമത്തത് ഇ, BE എന്നാണ്. ബി ഫാസ്റ്റ്. ഇ എന്ന് പറഞ്ഞാല് ഐ, കണ്ണ്. കണ്ണിന്റെ ഒരു കൃഷ്ണമണി ചിലപ്പോൾ ഒരു വശത്തേക്ക് മാറി നിൽക്കുക, കണ്ണിന്റെ പോള അടഞ്ഞു പോവുക, ഒരു കണ്ണ് മാത്രം പോള അടഞ്ഞു പോവുക, ഒന്ന് കാണുന്ന ഒരു വസ്തു രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു വശത്തെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടും. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുക,
അല്ലെങ്കിൽ ഒരു വശത്തെ കാഴ്ച, ഈ ഒരു വശത്തെ കാഴ്ച പെട്ടെന്ന് കാണാതെ പോകുക, ഇതുണ്ടെങ്കിൽ ഇതും കണ്ണ് തിരുമുവോ മുഖം കഴുകിക്കൊണ്ടിരിക്കുവോ ഇനി കണ്ണിന്റെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ കണ്ണിൻ ഡോക്ടറെ കണ്ടിട്ട് ന്യൂറോ ഡോക്ടറെ കാണാമെന്ന് ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു വശത്തെ കാഴ്ച കണ്ണിന്റെ പ്രശ്നം കൊണ്ടല്ല. കണ്ണിന്റെ കാര്യങ്ങൾ കണ്ടിട്ട് ഇതിനെ അപഗ്രഥിക്കുന്ന തലച്ചോറിന്റെ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറഞ്ഞ പിൻവശത്തുള്ള തലച്ചോറിന്റെ സ്ക്രീനിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. സ്ക്രീൻ ഇപ്പൊ ഒരു വശത്തെ കാഴ്ച സാധാരണഗതിയിൽ കണ്ണിന്റെ പ്രോബ്ലം അല്ല. പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പേഴ്സണൽ പ്രശ്നമാണ്, എന്തുകൊണ്ടാണ് അപ്പച്ച നേരത്തെ വരാറുന്ന്? ഞാൻ ഓർത്തു തിമിരത്തും കൂടിയോണ്ട് പെട്ടെന്നുണ്ടായതാ. തിമിരം കൂടിയാ പെട്ടെന്നുണ്ടാകുമോ? ഇല്ല, കണ്ണിന്റെ കാഴ്ച. അത് രാത്രിയിൽ എന്റെ മോനെ എവിടെയാ കണ്ണിന്റെ ഡോക്ടർ ഉള്ളേ? രാവിലെ എണീറ്റ് ഡോക്ടറെ കാണാമെന്ന് പോയി, കണ്ടു ചെന്നപ്പോ 9:30-10 മണിയായി. അവിടെ ചെല്ലുമ്പോ ഈ കണ്ണിൻ ഡോക്ടർക്ക് ഇതൊരു എമർജൻസി ആണെന്ന് ഒരിക്കലും പെട്ടെന്ന് തോന്നത്തില്ല. അവരെല്ലാം ചോദിച്ച് പിന്നെ ഞങ്ങളെ കാണാൻ വരുന്നത് അന്ന് വൈകുന്നേരം ആയിരിക്കാം. സ്ട്രോക്ക് വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാ ഞങ്ങളെ കാണാൻ വരുന്നതെങ്കിൽ ചികിത്സ ഒരു പരിധിക്കുള്ള നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ കണ്ണിന്റെ പ്രശ്നങ്ങൾ. അടുത്തത് വരുന്നത് എഫ് എന്ന് പറഞ്ഞാൽ ഫേസ് ഇങ്ങനെ ഒരു വശത്തേക്ക് കോടിപ്പോവുക. ഫേസ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. മുഖപാതം എന്ന് പറഞ്ഞ 7ാമത്തെ ഞരമ്പിന്റെ അസുഖവും ഫേസ് കോടിപ്പോകും. പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് കോടിപ്പോയി. ഒട്ടും സമയം കളയരുത്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക. സ്ട്രോക്കിന്റെ തുടക്കം ആകാം ഫേസ്. അടുത്തത് എ ഫോർ ആം. എന്റെ കൈ ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു, പെട്ടെന്ന് താന്നു പോകുന്നു. ഉയർത്തിപ്പിടിച്ച അവസ്ഥയിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, നിവർത്തിപ്പിടിച്ച കൈ താന്നു പോകുന്നു, ആട്ടാൻ പറ്റുന്നില്ല. ഇത് സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് തന്നെ എടുക്കുക. ഇവിടെയും എല്ലാം ക്യാച്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ സഡൻ ഓൺസെറ്റ്, അക്യൂട്ടായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഈ ഞരമ്പുകളുടെ ബലക്ഷയത്തിനെയാണ് അക്യൂട്ട് ഓൺസെറ്റ് എന്ന് പറയുന്നത്. എസ് ഫോർ സ്പീച്ച് ഞാൻ പറഞ്ഞ പോലെ സംസാരം കുഴഞ്ഞു പോകുന്നതിന് ഒരു കാരണം കൂടി ഓടിപ്പോകുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് പറയും. എന്താണെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. കൈ പൊക്കാൻ പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ എന്തൊക്കെയോ പറയും. സംസാരത്തിലുള്ള എന്തും മാറ്റവും, അതാണ് ഏറ്റവും പ്രശ്നമുള്ള. ഇവിടെയാണ് അടുത്ത ഒരു ക്യാച്ച് വരുന്നത്. ചിലർ പറയും വെള്ളടിച്ചിട്ട് ബോധം പോയതാന്ന്. എന്തുകൊണ്ടാ? ഞാൻ ഒരു കാര്യം പറഞ്ഞാല് നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബിലുള്ള ഒരു മോട്ടോർ ഏരിയ അല്ലെങ്കിൽ സെൻസറി ഏരിയ എന്നൊരു സാധനമുണ്ട്, റിസപ്റ്റർ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലാണ് പറയുന്നത്. ആ കാര്യങ്ങള് റിസപ്റ്ററിൽ പോയിട്ട് നിങ്ങൾ റിസീവ് ചെയ്ത് അത് അപഗ്രഥിക്കണം. എത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഈ തലച്ചോറിന്റെ കാര്യം. ആ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യം റിസീവർ പോയാൽ എന്ത് ചെയ്യും? ആള് ഞാൻ പറയുന്നത് മനസ്സിലാവുമോ? അപ്പൊ പറയും അയാളുടെ കിളി പോയെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഈ പെട്ടെന്ന് സംസാരത്തിൽ മാറ്റം വരുന്നത് സ്ട്രോക്കാണ്. ഒത്തിരി പേർക്ക് അത് മിസ്റ്റേക്ക് വരാറുണ്ട്. അത് പ്രധാനപ്പെട്ട സ്ട്രോക്കാണ്. കാരണം ഇടതുവശത്തെ തലച്ചോറിനുണ്ടാകുന്ന ഒരു രക്തക്കുഴലിന്റെ പ്രശ്നം വരുമ്പോഴാണ് ഈ സംസാരം മനസ്സിലാകാതെ പോകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാവും, കൈ പൊക്കാൻ പറ്റും, കാല് പൊക്കാൻ പറ്റും, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സംസാരത്തില് സ്പീച്ചിലുണ്ടാകുന്ന ഏത് അപജയവും ഏത് ചേഞ്ചും ഒരു സ്ട്രോക്ക് ആയിട്ട് കരുതുക, അൺലെസ് അതർവൈസ് പ്രൂവ്ഡ്. അതാണ് അതിനകത്തെ ഒരു വേർഡ്. പിന്നെ ഇനിയുള്ളത് ടൈം, FAST, ടൈം ടു ആക്ട്. ടൈം ഈസ് ബ്രെയിൻ, അങ്ങനെ തന്നെ പറയും, ടൈം ഈസ് ബ്രെയിൻ. ഓരോ മിനിറ്റും നമ്മൾ താമസിക്കും തോറും മില്യൺസ് ഓഫ് തലച്ചോറിന്റെ ന്യൂറോൺസ് നശിച്ചു പോകും. ഇർറിക്കവറബിൾ ആയിട്ടുള്ള ഡാമേജ് സംഭവിക്കുക. പക്ഷെ നമ്മൾ ഏർലി ട്രീറ്റ്മെന്റ് ഈ മോശമാകുന്ന കാര്യത്തിന്റെ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മള് ലക്ഷണങ്ങൾ ഏറ്റവും എളുപ്പത്തില്, ഒത്തിരി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് ബി ഫാസ്റ്റ്, BEFAST, ബാലൻസ്, IF ഫേസ്, A ആം, S സ്പീച്ച്, T ടൈം ഫോർ ആക്ട്. ടൈം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ
4.5 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തി ഇത് സ്ട്രോക്ക് ആണെന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ, വലിയ രക്തക്കുഴലിന്റെ ഒരു സ്ട്രോക്ക് ആണെങ്കിൽ ഇപ്പോൾ രക്തക്കട്ടകളെ അലിയിച്ച് ഈ സ്ട്രോക്ക് മാറ്റാൻ, അതിന്റെ ആഘാതം മാറ്റാനും, പൂർണ്ണമായിട്ടും മാറ്റാൻ ഒരിക്കലും പറ്റത്തില്ല, അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ മാറ്റാനും റിക്കവറി ഈസി ആക്കാനുള്ള മരുന്നുണ്ട്. ആൾട്ടിപ്ലേസ് എന്നും ടെനക്റ്റിപ്ലേസ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത് ചിന്തിക്കേണ്ട, മരുന്നിനെ പറ്റി ചിന്തിക്കേണ്ട. ഇങ്ങനെ ഒരു മരുന്നുണ്ട്. എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റത്തില്ല. വലിയ രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന കേസുകളിൽ ഇത് മരുന്ന് കൊടുക്കാനുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ, അതായത് എതിർ കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ചികിത്സ തുടങ്ങാൻ നല്ലതാണ്. പിന്നെ ഉള്ളത്, നമ്മൾ ഇനി എന്ത് ചെയ്യണം, വാട്ട് ടു ഡു ഇൻ കേസ് ഓഫ് എ സ്ട്രോക്ക്. ഇങ്ങനെ ഒരു സ്ട്രോക്ക്, ഈ ലക്ഷണം കണ്ടു, എന്ത് ചെയ്യാം? കോൾ ആൻ എമർജൻസി. ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യുക, എമർജൻസി ചെയ്യുക. ഡു നോട്ട് ഗീവ് ഫുഡ് ഓർ എ ഡ്രിങ്ക് ഓർ മെഡിക്കേഷൻ. ഒന്നും ആ സമയത്ത് പെട്ടെന്ന് ഷുഗർ താന്നു പോയതാണെന്നോ, അത് നിങ്ങൾക്ക് മെഡിക്കലി എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷുഗർ താന്നു പോയത് നോക്കാം. എന്നിരുന്നാലും ഷുഗർ വെള്ളം, പഞ്ചസാര വെള്ളം കൊടുക്കാൻ ഇതൊരു അപകടാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ വിക്കി പോകാം. ചിലപ്പോൾ ഈ ഭക്ഷണം ഇറക്കാനുള്ള നാളിക്കാണ് പ്രശ്നം വരുന്നെങ്കിൽ ഭക്ഷണം വിക്കി ശ്വാസകോശത്തിൽ പോയാൽ ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൾക്ക് അപായം വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അൺലെസ് അതർവൈസ് പ്രൂവ്ഡ് അല്ലെങ്കിൽ വായിക്കൂടെ ഒരു ഭക്ഷണം കൊടുക്കരുത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഷുഗർ ഒന്ന് നോക്കാം. വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും, എൻ്റെ ഒരു സജഷൻ, എല്ലാവരും ഷുഗർ നോക്കാനുള്ള സ്ട്രിപ്പ് വാങ്ങിച്ചു വെക്കുക, ഷുഗർ നോക്കുക. അതെങ്ങനെയാണ് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആണ്, അത് പഠിച്ചു വെക്കുക. അതുപോലെ BP നോക്കാനുള്ള മെഷീനും മേടിക്കുക, അത് നോക്കി വെക്കുക. ഓക്സിജന്റെ അളവ്, ശരീരത്തിലെ ഓക്സിജൻ കുറഞ്ഞു പോയോ ഇല്ലെന്ന് അറിയാനുള്ളത്. ഇപ്പൊ ഒത്തിരി വാച്ചുകൾ ഇതെല്ലാം ഉണ്ട്. അതുപോലെ സ്ലീപ്പ് ആപ്നിയ നോക്കാനുള്ള അത് സൗകര്യവും വാച്ചുകളിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നമ്മുടെ സ്ലീപ്പ് എങ്ങനെ അറിയാനുള്ള കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മൾ നോക്കാൻ അത് പഠിച്ചിരിക്കുക. അത് നമുക്ക് ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ CPR പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ കേൾക്കാം. ഇത്ര ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കാമായിട്ട് വെക്കുക. ആ രോഗിയുടെ മുമ്പിൽ നമ്മൾ പാനിക് ആകരുത്. അതാണ് അടുത്ത ഒരു സജഷൻ. ഇപ്പൊ സ്ട്രോക്ക് ആണ്, അയ്യോ സ്ട്രോക്ക് വന്നേന്ന് പറഞ്ഞാൽ ആ കാറി പോകുന്തോറും അദ്ദേഹത്തിന്റെ BP കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സ്ട്രോക്ക് വന്നാല് സ്വാഭാവികമായിട്ട് റിയാക്റ്റീവ് ആയിട്ട് BP കൂടും. അത് സ്വാഭാവികമാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. ആ BP പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്ട്രോക്കിന് BP മരുന്ന് കൊടുത്ത് പെട്ടെന്ന് BP കുറയ്ക്കാനും പാടുള്ളതല്ല. അത് നമ്മൾ പേടിച്ചിട്ട് ഒത്തിരി ബഹളം വെച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് BP കുറയ്ക്കുമ്പോൾ ഈ ഹൈ BPയിലായിരിക്കാം ഈ അടഞ്ഞ രക്തക്കുഴലിന്റെ ചുറ്റുവട്ടുമുള്ള രക്തക്കുഴല് ജോലി ചെയ്ത് നമ്മുടെ കുറച്ച് ബ്രെയിൻ ഏരിയനെ ബ്ലഡ് കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് BP ഒരിക്കലും താത്താനും പാടില്ല. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മുടെ ഞാൻ മാസിലിബായിൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എല്ലാവർക്കും ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഈ ഒരു കാര്യത്തിന്. പ്രോട്ടോകോൾ ഉണ്ട്. വരുന്ന ഉടനെ അവിടുത്തെ ഡോറിൽ തന്നെ ഈ ട്രയാജ് ചെയ്യും. ഇത് സ്ട്രോക്ക് ആണോ അല്ലയോ, അത് സ്ട്രോക്ക് പോലെ ഇരിക്കുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ MRI അനാവശ്യമായിട്ട് എടുക്കുന്നത്? അനാവശ്യമല്ല, കാരണം ഒത്തിരി അസുഖങ്ങൾ സ്ട്രോക്ക് പോലെ ഇരിക്കും. ഇവൻ ചെവിയുടെ ബാലൻസ് പോലും സ്ട്രോക്ക് പോലെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു 10 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന പോലെ തന്നെ 10 കേസും സ്ട്രോക്ക് അല്ലെങ്കിലും വീണ്ടും ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. തലകറക്കമോ അല്ലെങ്കിൽ സംസാരത്തിന് ബുദ്ധിമുട്ടോ കുഴച്ചിലോ വേച്ച് വീഴുന്ന കേസുകളൊക്കെ ഇപ്പോൾ MRI എടുക്കുന്നതിന്റെ ഒരു കാരണം പ്രധാനമായിട്ടും ഒരു കേസ് പോലും സമയത്ത് വന്ന, അതായത് 4 മണിക്കൂറിനുള്ളിൽ വന്ന കേസുകളൊന്നും മിസ്സാകരുത്. തലകറക്കം ചില കേസുകളിൽ ചെവിയുടെ ബാലൻസിന്റെ അല്ലാതെ പുറകുവശത്തുള്ള സ്ട്രോക്ക് തലകറക്കമായിട്ടും വരാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാല് ഉദാഹരണത്തിന് മാസിലിബായിൽ എത്തിയാൽ അവിടെ ഇന്റൻസീവ് എമർജൻസിയിലെ ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്. ഇവർ വന്നിട്ട് ട്രയാജ് ചെയ്യും. ഇത് അക്യൂട്ട് ആണോ, പെട്ടെന്ന് ചികിത്സിക്കേണ്ടതാണോ എന്ന് നോക്കും. ഈ പറയുന്ന സ്ട്രോക്കിന്റെ സിംറ്റംസ് എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെയാണ് നിങ്ങളുടെ കൊണ്ടുവരുന്ന ആളുടെ ഒരു വിവരവും ഇന്ന സമയത്താണ് ഉണ്ടായത്. പലപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഇയാളെ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എപ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടായെന്ന് അറിയത്തില്ല. ദാറ്റ്സ് കോൾഡ് വേക്കപ്പ് സ്ട്രോക്ക് എന്ന് പറയും. ഇപ്പൊ കൃത്യമായിട്ട് ഞാൻ 5 മണി വരെ ആള് വന്നു, അടുക്കളയിൽ വന്നു, തിരിച്ചുപോയി കിടന്നിട്ട് പിന്നെ ഉണ്ടായെന്ന് ഒരാൾ പറയുവാണെങ്കിൽ
5നും 5:30ക്കും ഇടയ്ക്കാണ് ഉണ്ടായെന്ന് അറിയാൻ നമുക്ക് ടൈം ഓഫ് ഓൺസെറ്റ് ഓഫ് ആ സിംറ്റം അറിയാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എപ്പോഴും നമ്മളും കാമായിരിക്കണം, വ്യക്തമായിട്ട് ലക്ഷണങ്ങൾ ഡോക്ടറോട് പറയണം. അപ്പൊ ലക്ഷണങ്ങൾ ഇന്ന സമയത്താണ് ഉണ്ടായത്, ഈ ലക്ഷണങ്ങളാണ് ഞാൻ കണ്ടത് എന്ന് പറയുക. മുന്നേ സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടോ, മുന്നേ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ, എന്നാ രീതിയിൽ പനി വല്ലതും ഉണ്ടായിരുന്നോ, ക്യാൻസർ ഉണ്ടായിരുന്നോ, ഏത് അസുഖമാണെങ്കിലും ഒരു ഈ പറഞ്ഞ ഈ കാർഡ് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമല്ലേ ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നമ്മൾ ഒരു നോട്ടായിട്ട് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു നോട്ടായിട്ടോ, അല്ലെങ്കിൽ ഒരു പേജിലെ വാൾപേപ്പർ ആയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അത് ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല, പക്ഷെ അത് എമർജൻസി നോട്ടായിട്ടൊക്കെ ഇപ്പോൾ നമുക്ക് എഴുതി വെക്കാം നമ്മുടെ ഡിസീസ് ഒക്കെ. അപ്പൊ അത് കാണിച്ചാൽ മതി. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇത് കാണിച്ചാൽ മതി. അപ്പൊ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇപ്പൊ ലക്ഷണങ്ങൾ പറഞ്ഞു, ഡോക്ടേഴ്സ് അത് ട്രയാജ് ചെയ്തു, സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി, പെട്ടെന്ന് തന്നെ ഷുഗറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഷുഗർ കുറഞ്ഞാൽ ഇതുപോലെ വരുമല്ലോ, ഷുഗർ നോക്കി, ബ്ലഡ് നോക്കി, എത്രയും പെട്ടെന്ന് ഒരു ഇമേജ് തലച്ചോറിന്റെ സ്കാൻ എടുക്കും. CT സ്കാനോ MRI സ്കാനോ. ഇപ്പൊ പുതിയ ടെക്നോളജി വെച്ചിട്ട് ഈ ആൻജിയോഗ്രാം ഒക്കെ, ഹൃദയത്തിന്റെ ആൻജിയോഗ്രാം നമ്മൾ എടുക്കുമ്പോൾ കൈ കൂടെ കയറ്റിയിട്ട് രക്തം ആൻജിയോഗ്രാം എടുക്കേണ്ട ആവശ്യം വരുന്നത്. ഇതിനിപ്പോ പുതിയ കാര്യത്തിൽ നമ്മൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. ടെക്നോളജി വെച്ചിട്ട് 3 ഡിജിറ്റൽ ആയിട്ട് നമുക്ക് തന്നെ രക്തക്കുഴലിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. MR ആൻജിയോഗ്രാം എന്ന് പറയും. ഇപ്പം കേരളത്തിലുള്ള പ്രമുഖ ഹോസ്പിറ്റൽ എല്ലാം ഉണ്ട്, മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും ഉണ്ട് MRI വിത്ത് ആൻജിയോഗ്രാം. അപ്പൊ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. സ്ട്രോക്ക് എവിടെയാണെന്നുണ്ടായെന്ന് പറയും. അത് 3-4 മണിക്കൂറിനുള്ളിൽ ഇത് കണ്ടുപിടിച്ചാൽ 4.5 മണിക്കൂറിനുള്ളിൽ രക്ത അലിയിക്കുള്ള മരുന്ന് കൊടുത്താൽ ഒരു 30-50% കേസുകളിൽ ഈ ക്ലോട്ട് അലിഞ്ഞു പോകും. 6% കേസുകളിൽ ഈ മരുന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ഈ മരുന്ന് കൊടുത്തിട്ടും ക്ലോട്ട് മാറുന്നില്ല, 4.5 മണിക്കൂറിന് ശേഷമാണ് രോഗി വന്നതെങ്കിൽ 6 മണിക്കൂർ വരെ പ്രാഥമികമായിട്ട് ഈ രക്തക്കുഴലിന്റെ അകത്ത് നമ്മൾ കൈ കൂടെ ഒരു ക്ലോട്ട് ഇട്ട് രക്തക്കുഴലിനകത്ത് പോയിട്ട് ഈ ക്ലോട്ടിനെ എടുത്തു കളയുന്ന ഒരു സംവിധാനമുണ്ട്. ഇതിന്റെ പേരാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അത് ഇപ്പൊ ഈ 5 വർഷത്തിനുള്ളിലാണ് ഇതുപോലെ ഉള്ള ഈ സ്ട്രോക്കിന് ചികിത്സ വന്നത്. പലർക്കും ഇത് അറിയില്ല. ഇത് വളരെ സെലക്റ്റീവായ പേഷ്യൻസ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. വലിയ രക്തക്കുഴലില്, പ്രധാനപ്പെട്ട രക്തക്കുഴലില് പെട്ടെന്നുണ്ടാകുന്ന വലിയ ക്ലോട്ടിനെ ഈ അകത്ത് പോയിട്ട് നമുക്ക് ഇതിനെ എടുത്ത് കളയാം, മെക്കാനിക്കൽ ത്രോംബെക്ടമി. അല്ലെങ്കിൽ അതിനെ നമ്മൾ അകത്ത് ചെന്ന്, തലച്ചോറിനകത്ത് ചെന്നിട്ട് അതിനെ മരുന്ന് ഒഴിച്ച് അലിയിപ്പിച്ച് കളയുന്ന ടെക്നോളജി ഉണ്ട്. വളരെ സെലക്റ്റീവായ കേസിൽ 24 മണിക്കൂർ വരെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം. അവിടെയും നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിൽ കരുതിയിരിക്കുക, മെക്കാനിക്കൽ ത്രോംബെക്ടമി. അപ്പൊ ഒരു ഡോക്ടർ നിങ്ങൾ കണ്ടു, ഈ പേഷ്യന്റ് എലിജിബിൾ ആണെന്ന് പറയുവാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ, നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണ് നിങ്ങളെ വിളിക്കുവാണെങ്കിൽ, നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഉള്ളതാണ്, ഇതാരും പുതുതായിട്ട് ചെയ്യുന്നതല്ല, വേൾഡ് വൈഡ് മുഴുവൻ ചെയ്യുന്നതാണ്, ഹൃദയത്തിന് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കേസുമാണ്. അതുപോലെ തന്നെ ഈ രക്തക്കുഴലിലൊക്കെ അടഞ്ഞിരിക്കുന്ന കേസുകളിൽ സ്റ്റെന്റ് ഇടാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിനകത്ത് സ്റ്റെന്റ് ഇടുന്ന കാര്യത്തെ പറ്റി അറിയാം. അതേപോലെ തന്നെ രക്തക്കുഴല് ചുരുങ്ങി അടഞ്ഞ് ഇരിക്കുന്ന 90% ഒക്കെ അടഞ്ഞിരിക്കുന്ന കേസുകളുണ്ട്. 70% മുകളിൽ രക്തക്കുഴൽ അടഞ്ഞ കേസാണെങ്കിൽ ഹൃദയത്തിന് ഇടുന്ന അതേ ടെക്നോളജി വെച്ച് അതിലും മനോഹരമായിട്ട് ഈ രക്തക്കുഴലിൽ സ്റ്റെന്റ് ഇടാൻ പറ്റും. നമുക്ക് അതും നമ്മളൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണെന്ന് ഓർക്കുക. അപ്പൊ അതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, നമ്മളൊക്കെ കൊളസ്ട്രോൾ, ഡിസ്ലിപ്പിഡീമിയ, കൂർക്കമ്പലിയൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിലൊക്കെ വരുമ്പോൾ ഈ രക്തക്കുഴലിന്റെ ഒക്കെ ഒരു അൾട്രാസൗണ്ട് എടുത്താലും മതി. വലിയ സ്കാൻ അല്ല, ഒരു 1000-2000 രൂപ മുടക്കം വെച്ചിട്ട് ഈ കഴുത്തിന്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു കരോട്ടിഡ് ഡോപ്ലർ എന്ന് പറയും. ഒരു സ്കാൻ എടുത്ത് നോക്കിയാൽ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, എല്ലാ കേസിലും എടുക്കാനൊന്നും നമ്മൾ ഒരിക്കലും പറയാറില്ല, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഈ കരോട്ടിഡ് ഡോപ്ലർ എടുത്തു കഴിഞ്ഞാൽ, സ്കാൻ എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര കണ്ട് രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടെന്ന്. ഈ ബ്ലോക്ക് ഉണ്ട കേസുകളിലൊക്കെ നമുക്ക് സ്റ്റെന്റ് നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്ത് നേരത്തെ ഇടാൻ പറ്റും. സ്ട്രോക്ക് വന്ന് ട്രീറ്റ് ചെയ്യുന്ന കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സ്ട്രോക്ക് വന്ന് ട്രീറ്റ് ചെയ്യുന്ന കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. ഇതാരും പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഒന്നുമല്ല. ഇത്രയും സൗകര്യങ്ങൾ ലോകത്തിലുണ്ട്. നമ്മൾ അതിന്റെ സൗകര്യങ്ങളൊന്നും, നമ്മളൊരു വണ്ടി മേടിച്ചിട്ട് 1 വർഷം
എത്ര രൂപ മുടക്കിയാണ് 5-10 വർഷം കഴിയുമ്പോൾ അത് സ്ക്രാപ്പ് ആയിട്ടോ ഒന്നും വേണ്ടാതെ നികുതിയും കൊടുത്ത് പെട്രോളും അടിച്ച് നമ്മൾ അതിനെ പരിപാലിക്കുന്ന, കഴുകി വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയുടെ അതിനേക്കാളും എത്രയോ പ്രധാനപ്പെട്ടതാണ് കോടികൾ. ഈ തലച്ചോറിന്റെയൊക്കെ ഒരു ഒരു പ്ര- ഒരു ഒരു ഉപയോഗം, അതിന്റെ ഒരു പവർ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനെപ്പറ്റി എന്തോരം കാര്യങ്ങൾ, അത് എത്ര ആളെ അറിയാം, എത്ര പേര്. ഇപ്പൊ സോൻ ചേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു, ഈ നാട്ടിൽ വന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒരാളുടെ ഫേസ്, സംസാരം കേട്ടിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഒരു മറവി വന്നാല്, തലാമസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ട്രോക്ക് വന്നാൽ നമുക്ക് മറവിയാ. പിന്നെ നമ്മള് മുന്നോട്ട് ജീവിക്കുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമ്മൾ മാത്രമല്ല, നമ്മുടെ മറ്റുള്ളവരും, നമ്മളൊക്കെ ഇപ്പൊ വണ്ടി വേണേൽ നമുക്കത് വിറ്റ് ഒഴിവാക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ ഒരു പ്രശ്നം വന്നാൽ നമുക്കത് വിട്ടൊഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ വണ്ടി പോലെയല്ല, നമ്മുടെ ശരീരത്തിന് ഓട്ടോ റിക്കവറി മെക്കാനിസം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതുപോലെ ജീവിച്ചിരിക്കുന്നത്. റിപ്പയർ ചെയ്യാനുള്ള മെക്കാനിസം ദൈവം കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞാൽ ആ റിപ്പയർ മെക്കാനിസത്തിന് ഒരു ലെവൽ ഉണ്ടല്ലോ, അപ്പൊ അത് പ്രശ്നം വരും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുക, സ്റ്റെന്റിങ് ഇടുക, ആ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ത്രോംബോലിസിസ് കഴിഞ്ഞു, മെക്കാനിക്കൽ ത്രോംബക്ടമി ഉണ്ട്. ഇനി ഉള്ള അടുത്ത കാര്യം നമ്മള് ജീവിതകാലം മുഴുവൻ പിന്നെ ഉള്ളത് ഈ ആസ്പിരിൻ ഗുളിക. അതിനെപ്പറ്റി തെറ്റിദ്ധാരണകളുണ്ട്, അത് ബ്ലീഡിംഗ് ഉണ്ടാവും, അൾസർ ഉണ്ടാവും എന്നൊക്കെ പറയാം. പക്ഷെ ആസ്പിരിൻ ഗുളിക കൃത്യമായിട്ട് കഴിച്ചാൽ വീണ്ടും ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയും. പക്ഷെ ആസ്പിരിൻ ഗുളിക അൺലെസ് അതർവൈസ് നമ്മൾ അത് വേണ്ടാന്ന് പറയുന്ന ഇതുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനാണ് കേട്ടോ. രക്തം നേർമ്മിപ്പിക്കുന്ന ഈ മരുന്ന്, കട്ട പിടിക്കാതിരിക്കുന്ന മരുന്ന് ജീവിതകാലം മുഴുവനാണ്. കൊളസ്ട്രോളിന്റെ ചെറിയ ഡോസ് മരുന്നും. അത് അതിന്റെ ഒരു കാര്യത്തില് വിട്ടുവീഴ്ച പറ്റത്തില്ല. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു കൈ തളർന്നു, കാല് തളർന്നു, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അടി മുതൽ മുടി വരെ, താഴെ വരെ, നമുക്ക് നഖം വരെ നമുക്ക് ഇതിന് റീഹാബിലിറ്റേഷൻ ഉപയോഗിക്കാം. കണ്ണിന് ഫിസിയോതെറാപ്പി ഉണ്ട്, സ്വാളോയിങ് തെറാപ്പി ഉണ്ട്, ഈ വിഴുങ്ങുന്ന മേഖലയിൽ സ്പെഷ്യലായിട്ട് തെറാപ്പി ഉണ്ട്. അതുപോലെ സംസാരത്തിന്റെ മേഖലയിൽ സ്പീച്ച് തെറാപ്പി ഉണ്ട്. കൈയുടെ ഈ ബട്ടൺസ് ഇടാനുള്ള ബുദ്ധിമുട്ട് തൊട്ട് എഴുതാനുള്ള ബുദ്ധിമുട്ട് തൊട്ട് ഇതിനെല്ലാം ഒക്കുപേഷണൽ തെറാപ്പി എങ്ങനെ ചെയ്യാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ മറവി, മെമ്മറി, അതുണ്ടാകാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൈകാലം അടക്കാനുള്ള ഇതറിയാം. പക്ഷെ അത് മാത്രം പോരാ, നമ്മുടെ എല്ലാ മേഖലയിലുള്ള ഒരു റിക്കവറിയാണ് ഇപ്പോഴത്തെ പുതിയ ഫിസിയോതെറാപ്പി മെക്കാനിസത്തിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ PMR എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് വളരെ ഇപ്പം എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലും 2 MD കഴിഞ്ഞ ഡോക്ടേഴ്സ് ആണ് ഉള്ളത്. PMR, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അതിന്റെ കൂട്ടത്തിൽ ഒക്കുപേഷണൽ, സ്പീച്ച്, സ്വാളോയിങ് എല്ലാം സ്പെഷ്യലൈസ് ചെയ്ത ഒരു ട്രെയിനീസാണ്, ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യത്തിലും, നിങ്ങളാണെങ്കിൽ തന്നെയും നിങ്ങൾ എവിടെ ട്രീറ്റ്മെന്റ് പോയാലും നമ്മൾ അതിനെപ്പറ്റി അവരോട് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. നമ്മൾ അവരോട് ചോദിക്കണം, എനിക്ക് ഇതാണ് ബുദ്ധിമുട്ട്, എനിക്കിത് ചെയ്തു കൂടെ. അല്ലാതെ അതിനെ തർക്കിക്കാനോ ബഹളം വെക്കാനോ അല്ല, നമ്മളെ ഒരറിവ് വെച്ചിരിക്കുക. ഇവൻ ഈ കൈയുടെ വിരലുകൾക്ക് തന്നെ ഇപ്പൊ റോബോട്ട് ട്രീറ്റ്മെന്റ് ആയിക്കൊണ്ടിരിക്കുക. ആ കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൈയുടെ ഈ ഓരോ വിരലിന്റെയും മൂവ്മെന്റ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഏതിനാണ് പവർ കുറഞ്ഞു പോയത്, ഏതിനാണ് കൂടുതലുള്ളതെന്ന് അറിഞ്ഞിട്ട് അതിനുവേണ്ടി കൂടുതലായിട്ട് ചെയ്യുന്ന ഫിസിയോതെറാപ്പി മെഷീൻ വരെ ഇപ്പോൾ മെഡിക്കൽ മേഖലയിലുണ്ട്. റീഹാബിലിറ്റേഷൻ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു മേഖല. അതില് നമ്മൾ പലപ്പോഴും മലയാളികൾ, നമ്മളെല്ലാവരും വന്നു പെട്ടെന്ന് ആ ഒരു ഇമോഷണലി കുറെ ട്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളും മടി വിചാരിച്ചിരിക്കും. പിന്നെ നമ്മൾ അതിൽ ഇടപെടത്തില്ല. എനിക്ക് വയ്യ, കാല് വയ്യ, കഴുത്ത് പോയി. ഇത് പോസ്റ്റ് സ്ട്രോക്ക് ഡിപ്രഷനിലേക്ക് പോകാം. ഒരു സ്ട്രോക്ക് വന്ന ആള് ഒരു ഡിപ്രഷനിലേക്ക് പോകാം ആദ്യത്തെ 3 മാസം. ഈ 3 മാസം വളരെ കാര്യമായിട്ട് അവരെ ശ്രദ്ധിച്ചാല്, കൂടെയുള്ള ആളുകള് അവരോട് ഇത് സാരമില്ല, ഇത് റിക്കവറി ഉള്ളതാണ്, കൈയും കാലും തളർന്നതാണെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ആ പോസ്റ്റ് സ്ട്രോക്ക് ഡിപ്രഷൻ എന്ന മേഖലയും മാറും. ഈ തലച്ചോറിന്റെ സ്ട്രോക്ക് എന്ന ഒരു രോഗത്തിന് മാത്രമേ പ്രധാനമായിട്ടും ഒരസുഖം വന്നിട്ടും കൂടുതൽ ജോലി ചെയ്യണമെന്ന് പറയത്തുള്ളൂ. ഇപ്പൊ ഹൃദയത്തിന് പ്രശ്നം വന്നു, എല്ലൊടിഞ്ഞു, വയറിന് കിഡ്നിക്കൊക്കെ വന്നാൽ നമ്മൾ പറയും റെസ്റ്റ് എടുക്കുക എന്ന് പറയും. പക്ഷെ സ്ട്രോക്ക് വന്ന ഒരാളോട് ക്ഷീണമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പറയാം, നിങ്ങൾ എണീറ്റ് കൈ പൊക്ക്, കാല് പൊക്ക്, സംസാരിക്ക്, വിഴുങ്ങാൻ നോക്ക്, ഓട് എന്ന് പറയും. കാരണം എന്താ, തലച്ചോറിന് റെസ്റ്റ് എടുത്താൽ
തുരുമ്പെടുക്കുന്ന പോലെയാ അത് നമ്മളെ പിന്നെയും പിന്നെയും ഡൗൺ ആക്കും. ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്നാ പറയുന്നത്. നശിച്ചാലും അത് റിക്കവറി വരാനുള്ള സാധ്യത 3 വർഷം വരെ ഉണ്ട്. പണ്ട് ഒരു 3 മാസം പറഞ്ഞു, 1 വർഷമായി, ഇപ്പൊ 3 വർഷം വരെ. അപ്പൊ ഒരിക്കലും ഒരു സ്ട്രോക്ക് വന്ന ആളും മാനസികമായിട്ട് തളരരുത്. വീണ്ടും വീണ്ടും തലച്ചോറിനെ ഉത്തേജിപ്പിക്കുക. ഉത്തേജിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? ചുറ്റുവട്ടമുള്ള ന്യൂറോൺസ് ഈ മേഖലയിലുള്ള ജോലി ഏറ്റെടുക്കും. അപ്പൊ ഇതൊരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമയം തന്നെയാണ്. സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞ്, കൈ തളർന്നു എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും, ആർക്ക് വേണമെങ്കിലും വരാം. 6-1, 5-1 ആൾക്കാർക്ക് ലൈഫ് ടൈമിൽ സ്ട്രോക്ക് വരാമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് 6-ൽ ഒരാളല്ലേ നമ്മളും. അപ്പൊ മറവി 80 വയസ്സ് കഴിഞ്ഞാൽ 5-ൽ അല്ലെങ്കിൽ 4-ൽ ഒരാൾക്ക് മറവി വരാം. ഇതൊക്കെ നമുക്ക് വരാം. ഈ ഓടുന്ന സമയത്ത്, ചാടുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഒട്ടും കൺസേൺഡ് അല്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട്, ഇപ്പം അവിടെ പലരും പറയുന്നു ഡോക്ടർമാര് എല്ലാരും മനുഷ്യരെ പേടിപ്പിക്കുക, അനാവശ്യമായിട്ട് പേടിപ്പിച്ച് കൂടുതൽ മരുന്ന് തന്ന്. അതല്ല, പുതിയ കൺസെപ്റ്റില് അറിവുള്ളവരാകുക. എന്തൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കുക. പിന്നെ ഇയർലി മെഡിക്കൽ ചെക്കപ്പ്, അതിന് ഒരു വിട്ടുവീഴ്ചയും. അത് ക്യാൻസർ ആയാലും, ഈ പറഞ്ഞ കൊളസ്ട്രോളിന്റെ ആയാലും, ഈ സ്ലീപ്പ് OSA ആയാലും ഒക്കെ അതിനൊരു വിട്ടുവീഴ്ച. നമ്മളിപ്പം വണ്ടി 28,000 കിലോമീറ്റർ ആയാലും അവിടുന്ന് വിളിച്ചോണ്ടിരിക്കുക, ഡോക്ടറെ സമയമായോ, എന്തൊരു ആവേശത്തോടെ അവർ വിളിക്കുന്നത്. നമ്മളാണെങ്കിൽ 30 ആകാൻ നോക്കുവോ, 29,500 ആകുമ്പോൾ തന്നെ വണ്ടി കൊണ്ടേ കൊടുക്കുക. എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മെറ്റീരിയലിസ്റ്റിക് ആയ സാധനത്തിനെയും നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നു. ഇപ്പം ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും തുടച്ച് തൂത്ത്. പക്ഷെ നമ്മുടെ ശരീരത്തെ നമ്മളെ എന്തോരം ഓവർ ടാക്സ് ചെയ്യുന്നു. പ്രധാനമായിട്ടും ഇനിയുള്ള അടുത്തത്, ജീവിത ശൈലി രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടുക്കാം. ഈ തടുക്കലിലൂടെ നമുക്ക് നമ്മുടെ സമയം എത്രയാ? 10:30 വരെ. എത്ര സമയമായോ? കുഴപ്പമില്ല ഡോക്ടറെ. നമുക്ക് ഇപ്പോൾ ഇവിടെ നാട്ടിലെ 10:30, ഇവിടെ വലിയ കുഴപ്പമില്ല. അടുത്തോ? ഇല്ലില്ല, ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. ഇത് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ സമയം നോക്കിയപ്പോഴാണ് ഇവിടെ വരെ എത്തിയെന്ന് മനസ്സിലായത്. ഇനി ഇത് കേട്ട്, ഇതിലേക്കൂടെ കേട്ട് ഓവർ ദ ഹെഡ് OHP ആയിട്ട് പോകരുത്. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കയറി പോകരുത്. ഇതിന് ഇടയ്ക്ക് നിൽക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ ഡോക്ടർമാരെ പറഞ്ഞ് കളിയാക്കാറുണ്ട്, നിങ്ങളെ ഈ സ്റ്റെതസ്കോപ്പ് അല്ല, ഇൻ ബിറ്റ്വീൻ 2 ഇയർ പീസിനുള്ള സാധനമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയാറുണ്ട്. സ്റ്റെതസ്കോപ്പ് 2 ചെവിക്കും വെക്കും, അതല്ല പ്രധാനം, നടുക്കുള്ള സാധനം. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് അത് നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി, ഇന്ന് കേട്ട് നാളെ കേട്ടു നല്ല ക്ലാസ് ആയിരുന്നു തീർന്നു, അതല്ല. ഞാനും അതാ ഉദ്ദേശിക്കുന്നത്. എന്നോട് ഡോക്ടർ നല്ല ക്ലാസ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒറ്റ മാറ്റം എന്ന് പറഞ്ഞാല്, ഞാൻ ഒറ്റ ഉദ്ദേശം, 2 ലിറ്റർ വെള്ളം കുടിക്കുക ഫസ്റ്റ്. പല രീതിയിലുള്ള സ്ട്രോക്കിന് കുറവുണ്ടാവും. അത് രാവിലെ വെള്ളം കുടിക്കുക, ഉച്ച കഴിഞ്ഞ് വെള്ളം കുടി കുറയ്ക്കുക, വൈകുന്നേരത്തോടെ തീർത്തും വെള്ളം കുടിക്കാതിരിക്കുക. രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറക്കം ശരിയാകത്തില്ല. ഉറക്കം ശരിയായില്ലെങ്കിൽ എല്ലാ സ്ട്രോക്കും. അപ്പം 6 മണിക്കൂർ 6.5 മണിക്കൂർ ഉറക്കമില്ലാത്തൊരു ജീവിതമില്ല. വേറെ ഒന്നും നിങ്ങൾ വേണ്ട. വെള്ളം കുടിക്കുന്നു, രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, 1/2 മണിക്കൂർ, ഞാനും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്, 1/2 മണിക്കൂർ ശരീരം ഒന്ന് അനക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്രഷൻ വരെ കുറയുന്ന പറയുന്നത്. കാരണം ഡോപ്പമിൻ എന്നുള്ള ഹോർമോണ്, സെറട്ടോണിൻ എന്നുള്ള ഹോർമോണ് ഒത്തിരി പ്രയോജനം ചെയ്യും. 1/2 മണിക്കൂർ രാവിലെ. പലരും ഇന്നും എന്നെ കാണാൻ വന്ന രോഗി പറഞ്ഞു, 10:30 ആകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പാ ഞാൻ ഒന്ന് എക്സസൈസ് ചെയ്യുന്ന, അപ്പോഴൊന്ന് സമയം കിട്ടുന്നത്. പക്ഷെ അവിടെ നമ്മൾ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യുക. പിന്നെ പോയി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം കറക്റ്റ് ആകത്തില്ല. അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിലും 1/2 മണിക്കൂർ ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 5 ദിവസം, എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ പാടാണ്, മുട്ടുവേദന ഉണ്ടെങ്കിൽ പോലും കൈ, കാല്, തല, നമ്മുടെ ബോഡി കൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. നമ്മുടെ ബോഡി കൊണ്ട് നമ്മുടെ ബോഡി ബാക്കിലേക്ക് ആക്കുക, മുന്നോട്ടാക്കുക, സൈഡിലേക്ക് ആക്കുക. ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ലല്ലോ. എല്ലാ ജോയിന്റും ഒന്ന് അനക്കാൻ മേലേ. ഇതൊക്കെ രക്തോട്ടം നമുക്ക് കുറയ്ക്കുക, ഹാർട്ട് ബീറ്റ് കുറയ്ക്കും ഇത് കഴിയുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ 5 ദിവസം നിങ്ങളത് ചെയ്ത് നോക്കി, അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ എന്തോ ഒരു ഫ്രഷ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. 3 നിലയുള്ള സ്റ്റെപ്പ് ഓടി കയറുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കുകയും ചെയ്യരുത്.
ലിഫ്റ്റ് ഉപയോഗിക്കാതെ 3-5 നിലയുള്ള സ്റ്റെപ്പ് ഒന്നും ഞങ്ങളുടെ മാസികയില് 6-ാം നിലയിൽ ചെല്ലുമ്പോൾ ഞാനും ഇപ്പൊ കഥയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആലോചിച്ചു, പ്രായം കൂടി വരുക, അപ്പൊ വീണ്ടും വീണ്ടും ലിഫ്റ്റ് ഉപയോഗിക്കാനുള്ള സാധ്യത കുറച്ചുകൊണ്ടിരിക്കുക. കയറ്റം കയറണം. സ്റ്റെപ്പ് കയറും തോറും നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ലങ്സിനും കപ്പാസിറ്റി കൂടുക. അപ്പൊ നമ്മൾ പറഞ്ഞു, രാവിലെ എക്സസൈസ് ചെയ്യുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈലോ ടിവിയോ നെഗറ്റീവ് വാർത്തകളോ കേൾക്കരുത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാലോ. ഇപ്പൊ ലോകത്തിലെ നമ്മളെ തകർക്കാൻ വേണ്ടി ഇഷ്ടം പോലെ നെഗറ്റീവ് വാർത്തകളുണ്ട്. ഈ നെഗറ്റീവ് വാർത്തകൾ അനാവശ്യമായിട്ട് കേട്ട് നമുക്ക് സാധ്യതയുള്ളതും സാധ്യത ഇല്ലാത്തതും വാർത്ത കേട്ടാൽ എന്താ പറ്റുന്നത്? അതിനകത്തുള്ള ആന്റി ഓക്സിഡന്റ് സ്ട്രെസ് നമ്മുടെ ഹോർമോൺ രാത്രി കിടക്കും എന്നാ പറയുന്നത്. അത് നമ്മുടെ ഉറക്കത്തില് നമ്മുടെ സ്വപ്നമായിട്ടോ നമ്മുടെ ബുദ്ധിമുട്ടായിട്ടോ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ടോ, അല്ലെങ്കിൽ 3 മണിക്ക് BP കൂട്ടും. അതാണ് ഏർലി മോർണിംഗിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് വരുന്നത്, ഏർലി മോർണിംഗിൽ. അപ്പൊ അതുകൊണ്ട് അത് അത് ഇങ്ങനത്തെ മോശമായ വാർത്തകളോ നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് ഈ വാർത്തകൾ കേൾക്കണം? നമുക്ക് അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെങ്കിൽ ഇത് കേട്ട് സങ്കടപ്പെട്ട് മറ്റോര് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നെഗറ്റീവ് വാർത്തകൾ, അനാവശ്യമായ വാർത്തകൾ ഒഴിവാക്കുക. കിടക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മളിപ്പോ എന്താ ഫോൺ ഉപയോഗിച്ച് കേട്ട് കുറെ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ഗുഡ് നൈറ്റ് വെച്ചിട്ടാണ് കിടക്കുന്നത്. ആ ഗുഡ് നൈറ്റ് നമുക്കുണ്ടോ? ഈ കാണുന്ന ആൾക്കാർക്ക് ഗുഡ് നൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ 1/2 മണിക്കൂർ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഒരു ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ നമ്മുടെ നാളത്തെ പറ്റിയുള്ള കാര്യത്തെ പറ്റി ഒരു അത് എഴുതുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഞങ്ങൾ ചെയ്യാറുള്ളത് സങ്കീർത്തനങ്ങൾ 91 വായിച്ച് ഒന്ന് ശാന്തമായിരുന്ന് 16 വാക്കുണ്ട് അതൊന്ന് വായിച്ച് ഉറങ്ങി ഒന്ന് 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 റിലാക്സ്ഡ് നമ്മള് കൂളിംഗ് ടൗൺ എന്ന് പറയത്തില്ലേ, വണ്ടി നിർത്തുമ്പോൾ പോലും വണ്ടി പെട്ടെന്ന് നിർത്താൻ പാടില്ല, ഒന്ന് നിർത്തി സർക്കുലേഷൻ മാറ്റിയിട്ട് നിർത്താവുള്ളൂ എന്ന് പറയുന്നത്. വണ്ടിക്ക് നല്ലതാണെന്ന് പറയാറുള്ളത്. അതുപോലെ ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ടേ ഉറങ്ങാവുള്ളൂ. ഒന്ന് ശ്രമിച്ചു നോക്കുക. വൈകിട്ട് ചായയും കാപ്പിയും കുടിക്കരുത്, അത് മസ്റ്റായിട്ട്. പുകവലി ഉള്ളവര് വളരെ വളരെ മെറ്റിക്കുലസ്ലി നമ്മൾ നിർത്തിക്കോളൂ. മദ്യപാനത്തെക്കാളും 10 ഇരട്ടി പുകവലിയാണ്. മദ്യപാനവും എന്തായാലും തലച്ചോറിന്റെ കോശങ്ങളെ നശിപ്പിക്കും. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സാധനമാണ് നമ്മുടെ തലയിൽ ശരീരത്തിൽ ഇരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം വെള്ളം കുടിക്കുന്നു, 6 മണിക്കൂർ ഉറങ്ങാൻ നോക്കുന്നു. അടുത്ത ഒരു കാര്യം, സമയമെടുത്ത് ഭക്ഷണം കഴിക്കുക. സമയമെടുത്ത്, ഞാൻ ഒന്നും ചെയ്യാത്ത കാര്യമാണ്, രാവിലെ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും എടുത്ത് ഓരോ ഭക്ഷണവും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുക. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മൾ പറയും മുരിങ്ങയില, ചീര, വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി, കപ്പളങ്ങ, ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് അധികം എണ്ണയില്ലാതെ അധികം ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക. സമയമെടുത്ത് പകുതി ദഹനം നടക്കുന്നത് വായിക്കാത്ത പകുതി ദഹനം. നമ്മൾ ഇതൊന്നും ഇല്ലാതെ എപ്പോ ജീവിക്കാന്നാ ഓർക്കുന്നത്? ഇതെല്ലാം കഴിക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഷുഗർ ആവും, പ്രഷർ ആവും, കൊളസ്ട്രോൾ ആവും, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ ഉള്ള സമയത്ത് അളവ് കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ആയുസ് കുറയും. കാരണം നമ്മുടെ ദൈവം നമുക്ക് തന്ന ഒരു റേഷൻ ഉണ്ട്, അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ മരിക്കത്തില്ല. നമ്മുടെ ആയുസ് എത്താതെ മരിക്കത്തില്ല. പക്ഷെ നമുക്ക് ട്യൂബിക്കോടെയോ അരച്ചോ അല്ലെങ്കിൽ ഉപ്പ് കഴിക്കാൻ പറ്റത്തില്ല, പഞ്ചസാര കഴിക്കാൻ പറ്റത്തില്ല, കൊഴുപ്പ് കഴിക്കാൻ പറ്റത്തില്ല, ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ആയുസ് നമ്മുടെ ഇപ്പോൾ 80 വയസ്സാണ്, 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കും. പക്ഷെ 70 വയസ്സ് തൊട്ട് നമ്മുടെ ഫുഡ് കുറയ്ക്കപ്പെടും. നമ്മളിപ്പോൾ ഒത്തിരി ഭക്ഷണം കഴിച്ചാല്, ഒത്തിരി ഇറച്ചി കഴിച്ചാല്, സമയത്തില്ലാതെ വേറെ ആൾക്കാരോട് മിണ്ടി അവിടെ ഇവിടെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ലോകത്തിൽ കഴിക്കാനുള്ള ഭക്ഷണം തീർന്നാൽ നമ്മൾ ഇങ്ങനെ റൈസ് ട്യൂബ് ഇട്ട് ഒരു അവസ്ഥയായിട്ട് കിടക്കേണ്ട വരും. അതാണ് ഒഴിവാക്കേണ്ടത്. ആയുസ് കൂട്ടാനൊന്നും നമുക്ക് ആർക്കും പറ്റത്തില്ല. അവസാന സമയങ്ങളിൽ നമുക്കൊരു എനർജിയോടെ, ആരോഗ്യത്തോടെ, ഓർമ്മയോടെ നിൽക്കാൻ വേണ്ടി നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. മദ്യപാനം, പുകവലി, വ്യായാമക്കുറവ്, പിന്നെ ഉള്ളത് ഈ സ്റ്റിമുലന്റ്, പിന്നെ അമിതമായ ഷുഗർ കൊക്കൈനേക്കാളും അപകടമാണെന്നാ പറയുന്നത്. മധുരം, നമ്മളത് അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഈ ഇറച്ചി, റെഡ് മീറ്റ്, ഓവർ റെഡ് മീറ്റ് നമ്മളെല്ലാരും കഴിക്കുന്ന, പാലക്കാട് പ്രത്യേകിച്ച് ഈ പന്നിയും പോത്തും ഒക്കെ കഴിക്കുന്നതിന് ഒരു അളവില്ല. നല്ല നല്ല കുരുമുളക് പൊട്ടിച്ച് കഴിക്കുമ്പോൾ നമ്മൾ പിന്നെയും കഴിച്ചു പോകും. അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി സാധനം ഉണ്ടെങ്കിൽ പിന്നെയും ടേസ്റ്റ് കഴിച്ചു പോകും. പക്ഷെ അറിയില്ല നമ്മൾ കഴിക്കുന്ന, എപ്പോഴും രാത്രിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ നൈറ്റ് ഫുഡ് ഡയറക്റ്റ് ആയിട്ട് അഡിപ്പോസൈറ്റിൽ പോയിട്ട് സ്റ്റോർ ചെയ്യുക ഫാറ്റായിട്ട്. അത് അടുത്ത ദിവസം നമ്മുടെ ശരീരത്തിൽ കുടലുകളിലും ചുറ്റുവട്ടം എല്ലാം കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുക. അപ്പൊ വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് നമുക്ക് പുറത്ത് പറ്റുന്ന കാര്യമല്ല, എങ്കിലും
അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പുറത്തെ യൂറോപ്യൻസിനെ പറ്റി പറയുമ്പോൾ അവര് 4 മണിക്കൂർ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി, അല്ല, ഒരു അരമണിക്കൂർ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി 4 മണിക്കൂർ കൊണ്ട് കഴിക്കും. നമ്മൾ മലയാളികള് 4 മണിക്കൂർ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അരമണിക്കൂർ കൊണ്ട് കഴിച്ചു തീർക്കും. അവർ വളരെ കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി സമയം കളയത്തുള്ളൂ. പക്ഷെ അവര് സമയം എടുത്ത് എല്ലാവരോടും മിണ്ടി കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇപ്പൊ ഈ ഒരു കാര്യം, ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ഉറക്കത്തെ പറ്റി എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രീൻ ടൈം, അഡൽട്ട് സ്ക്രീൻ ടൈം ഇപ്പോൾ വളരെ വളരെ ലെവലിൽ മോശമായിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം നമ്മൾ സ്ക്രീൻ ടൈം ഉപയോഗിച്ചാൽ ഡിമെൻഷ്യ വരും എന്ന് പറയുന്നത്, മൊബൈൽ ഉപയോഗിച്ചാൽ. പക്ഷെ നമ്മളിപ്പോൾ എത്ര നേരം സ്ക്രീൻ, ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ ക്ലാസ് കേൾക്കാൻ തന്നെ ഒരു 1.25 മണിക്കൂറായി. ഈ സ്ക്രീൻ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഒത്തിരി, അപ്പൊ കഴിവതും ഒരു റൂള് പറയുന്നു, 20-20-20. 20 മിനിറ്റ് സ്ക്രീൻ കണ്ടാല് 20 മീറ്റർ ദൂരെയുള്ള ഒരു പച്ചപ്പ് സ്ഥലത്തേക്ക് 20 സെക്കൻഡ് ദൂരെ കണ്ണിന് റിലാക്സേഷൻ കൊടുക്കുക. അപ്പൊ അവസാനമായിട്ട് 2-3 വാക്കുകൾ: തലച്ചോറ്, കണ്ണ്, ചെവി, വായ, ശരീരം, എല്ലാത്തിനും റെസ്റ്റ് ആവശ്യമുണ്ട്. പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഒരു 15-20% വരെ അസുഖം കുറയും. അതുകൊണ്ട് 7-ാം ദിവസം ഒരു വർക്കും ചെയ്തെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് മസ്റ്റ് ആയിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ RIP ആകും, റെസ്റ്റിംഗ് പീസ് ആകും, ഉറപ്പാ, പെട്ടെന്ന്. ഓക്കെ, അപ്പൊ അവസാന 2-3 കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പറയാം. സ്ട്രോക്ക് പറഞ്ഞു, ഹെമറാജിക്ക്, ഇസ്കീമിക്ക് 85-15% കാരണങ്ങൾ പറഞ്ഞു, മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ പറഞ്ഞു. പിന്നെ ലക്ഷണങ്ങൾ: ബി ഫാസ്റ്റ്, നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുന്നു. ലക്ഷണം കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ചെക്ക് ചെയ്യാൻ നമ്മൾ തന്നെ പഠിക്കുന്നു. ഒരു ഹെൽത്ത് കാർഡ് നമ്മൾ ഉണ്ടാക്കുന്നു. കൃത്യമായി ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ പറയുന്നത് ജസ്റ്റ് ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ ഡോക്ടർ ഓൾസോ. അവരെ വിശ്വസിക്കുക. ഒത്തിരി കാര്യം സംശയം വെക്കാതിരിക്കുക. സംശയം മനസ്സിലും ചഞ്ചല ഹൃദയിലും ഒന്നും ദൈവത്തിന് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഒത്തിരി സംശയം വെച്ചാലും നമുക്കൊന്നും കിട്ടത്തില്ലെന്നാണ് ബൈബിളിൽ തന്നെ പറയുന്നത്. ഇപ്പൊ സംശയിക്കരുത്. ഡോക്ടർമാരെ ഒന്നും ഒരിക്കലും മെഡിക്കൽ ഫീൽഡ്, കേരളത്തിലുള്ള, എസ്പെഷ്യലി കേരളത്തിലുള്ള ഒരു ഡോക്ടേഴ്സും ഇപ്പൊ എന്റെ അറിവിൽ നിങ്ങളെ ഒരു മെഡിക്കൽ ഒരു രോഗിയെ ചികിത്സിക്കുന്നത് ഫിനാൻഷ്യലോ പേഴ്സണൽ ഗെയിനോ വേണ്ടി അല്ല. ഉറപ്പ്, 100%. ഞാൻ നെഞ്ചിൽ തന്നെ വെച്ച് പറഞ്ഞുതരാം. പേഴ്സണൽ ഗെയിനു വേണ്ടിയോ ഫിനാൻഷ്യൽ ഗെയിനു വേണ്ടി അല്ല. പ്രോട്ടോകോൾ ഉണ്ട്, എല്ലാത്തിനും നിയമപരമായ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചേ എല്ലായിടത്തും ട്രീറ്റ്മെന്റ് ഉള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ മാസ്റ്റിവായാലും സ്ട്രോക്കിന് ആണെങ്കിൽ തന്നെ പ്രത്യേകം ഒരു പ്രോട്ടോകോൾ. ഇന്ന അസുഖം വന്നാൽ ഇന്നത് ചെയ്യണം. ആകപ്പാടെ ചെയ്യുന്നത് ഇത് കാരണം കണ്ടെത്താൻ വേണ്ടി കുറച്ച് ടെസ്റ്റുകൾ ചിലപ്പോൾ അമിതമായിട്ട് ചെയ്യേണ്ട വരുമായിരിക്കാം. ചില ക്യാൻസർ, ചില കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഒരിക്കലും ഒരു അമിതമായ ടെസ്റ്റുകൾ ചെയ്യത്തില്ല. കാരണം കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ പ്രധാനമാണ്. അതാണെങ്കിലേ നമുക്ക് ഏത് മരുന്ന് കൊടുക്കണമെന്ന് അതിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും വളരെ ക്ഷമയോടെ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഞാൻ യൂറോപ്പിൽ പോയും സ്ട്രോക്കിന് വേണ്ടി ഒരു ട്രെയിനിങ് എടുത്തതാണ്. യൂറോപ്യൻ ഡിപ്ലോമയിൽ ഒരു സ്ട്രോക്കിന് കോഴ്സ് എടുത്തതാണ്. അപ്പൊ അവിടെയൊക്കെ അവരെല്ലാരും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ: ഫാമിലി ഹിസ്റ്ററി പ്ലസ് ഏജ് പ്ലസ് നമ്മുടെ ബോഡി സ്ട്രെസ്, ഓവർ സ്ട്രെസ്. നമുക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഭാരം എടുത്താൽ അത് ഹൃദയത്തിന് ഒത്തിരി ഭാരം ഉണ്ടാവും, തലച്ചോറിനും ഭാരം ഉണ്ടാവും. അപ്പൊ അവരതുകൊണ്ടാണ് വീക്കെൻഡ്സ് ഒക്കെ ഒത്തിരി വളരെ റിലാക്സ് ചെയ്ത് ആഘോഷിക്കുന്നത്. നമ്മൾ മലയാളികൾ ഒരിക്കലും ഒരു വീക്കെൻഡ് സന്തോഷത്തോടെ ആഘോഷിച്ചതായിട്ട് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ല. അപ്പൊ ആ ഒരു റിലാക്സേഷനും എല്ലാ രീതിയിലും ഇപ്പൊ ഇതുപോലെയുള്ള സമ്മേളനങ്ങള്, ഈ ഫെലോഷിപ്പുകള്, ഈ ഒരു കൂട്ടായ്മ, ഇതൊരു കൂട്ടായ്മ ഒരു സ്ട്രെസ്ഫുൾ ആകരുത് ഒരിക്കലും. എന്ത് ഉത്തരവാദിത്തങ്ങളും എന്ത് സംഭവങ്ങളും സ്ട്രെസ്ഫുൾ ആകരുത്. അത് സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള ഒരു മാർഗമായി നമ്മളും ഇടപെട്ടുള്ളൂ. ഞാനിത് ക്ലാസ് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയത് അല്ലെങ്കിൽ ഇത് വളരെ ഭംഗിയോടെ എടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ എന്ത് പറ്റും? എന്റെ BP കൂടും, എന്റെ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാകും. അതല്ല, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും, എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെന്ന് ഓർത്ത് ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രെസ്സും ഇല്ല, തന്നെ കാര്യങ്ങൾ വരും. അതുപോലെ എല്ലാ കാര്യങ്ങളും അതിന്റെ സമയത്ത് കൃത്യമായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ PDMA ഈ എല്ലാ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും അറേഞ്ച് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ശ്രീരാജിനും ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളെ കണിയൊടിക്ക് അച്ഛനെ, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളെല്ലാം കരുതലോടെ കാണുന്ന അച്ഛനെയും, പിന്നെ പല പ്രാവശ്യം മെസ്സേജ് അയച്ച ഞങ്ങളെയൊക്കെ വോട്ട് ചെയ്ത വെള്ളി പള്ളജാലിന്റെ അച്ഛനെയൊക്കെ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം ആശ്രയപാല വന്നാല് 100% ഞങ്ങളെ ഡോക്ടർമാരുടെ നിലയ്ക്ക് ഞങ്ങൾ ഉള്ളിടത്തോളം കാലം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും
പറ്റുന്നത്തോളം ഡയഗ്നോസ് ഒക്കെ മിസ്സായി പോകാം. ഒരിക്കലും അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ, ഫസ്റ്റ് പറഞ്ഞ പോലെ, ഒരിക്കലും ഈ സേവന മേഖല എന്ന് പറഞ്ഞാൽ 100% ആയിട്ട് ഒരിക്കലും നമുക്ക് അവർക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും കൈ തളർന്നു പെട്ടെന്ന് ഒരു മരുന്ന് കൊടുത്തു മാജിക് ആയിട്ട് പൊങ്ങണം, അങ്ങനെ ഒരിക്കലും നമുക്ക് സാധിക്കുന്നതല്ല. പക്ഷെ ആത്മാർത്ഥതയോടെ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് എല്ലാ അത്യാവശ്യ എക്യുപ്മെന്റ്സ്, അനാവശ്യമായ ടെസ്റ്റുകളില്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒന്ന് ചോദിക്കാം. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നീങ്ങുന്നു. താങ്ക് യു ഡോക്ടർ. ഞാൻ